തെങ്ങ്, കവുങ്ങ്, വാഴ, പച്ചക്കറികൾ ഇതിനൊക്കെ ജനറലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വളമാണിത്. ഷേക്കർ എന്ന് പറഞ്ഞാൽ ചില എയറോബിയാണ്. ഇത് ഒന്ന് ഷേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ബാക്ടീരിയകളാകുമ്പോൾ അതിന് കൂടുതൽ ഗ്രോത്ത് കിട്ടാൻ വേണ്ടി ഒന്നിങ്ങനെ ഷേക്ക് ആവുക. ഓക്കെ, ആയിട്ടാണ് നമ്മളുടെ ഓർഗാനിക് മീൽ 50 കിലോ തക്കിൽ വരുന്ന ഓർഗാനിക് മീലാണ്. ഇത് സാധാരണമായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നത് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഫ്രൂട്ടിംഗ് പ്ലാന്റ്സിന് വേണ്ടിയാണ്. ഇതാണ് നമ്മളുടെ റബ്ബർ പ്ലസ്. റബ്ബറിന് ഏറ്റവും നല്ല നിലയ്ക്ക് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വളമാണ് ഈ റബ്ബർ പ്ലസ്. ഇതിൽ ഒരുപാട് ആളുകൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ട് മെസ്സേജ് അയക്കുന്നതും പിന്നെ കാരണം വളരെ എവിഡൻ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഓരോന്ന്. ഇത് കണ്ടില്ലേ സാർ, ഇവിടെ എപ്പോഴും തിരക്കാണല്ലേ? ഇവിടെ ഇപ്പോൾ ഈ സീസൺ ആവുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ടും വണ്ടികൾ ഇങ്ങനെ ഒന്നും പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിപ്പോൾ എങ്ങോട്ടാ ഈ ലോഡ് പോകുന്നത്? കണ്ണൂർ ഭാഗത്ത്, കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ലോഡ് പോകും, അപ്പോൾ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലോഡ് വരും, പിന്നെ അതിൻ്റെ അടുത്ത് വണ്ടികൾ വരും. ഒത്തിരി കർഷകർ ഈ പ്രോഡക്റ്റിൽ വിശ്വസിക്കുന്നുണ്ട്. 100% കർഷകർ അങ്ങേറ്റം ആത്മാർത്ഥമായിട്ട് നമ്മളോട് പിന്നെ സഹകരിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് ഇത് ഉപയോഗിച്ച് ആ അനുഭവം അവർക്ക് കിട്ടിയതാണ്, റിസൾട്ട് കിട്ടിയതാണ് അവർക്ക്. അതെ അതെ. അപ്പോൾ പിന്നെ അവർ അല്ലെങ്കിൽ പിന്നെ ഇത്രയും അല്ലേ സ്റ്റോക്ക് പോകില്ലല്ലോ ഇവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ കസ്റ്റമറെ വേറെ ഈ വളം ഉപയോഗിക്കുന്ന ആളുകൾ ഒരു കമ്പനി വേറെ ഒരാൾ പോയിട്ട് അയാളെ സ്വാധീനിച്ചിട്ട് വേറെ വളം എടുത്തകളയെന്ന് വെച്ചാൽ എളുപ്പമൊന്നുമില്ല, എടുക്കില്ല. കാരണം അവർക്ക് വിശ്വാസമില്ല എന്ന് പറയും. ഉറപ്പായിട്ടും ഒന്നിട്ട് പോയില്ല, എവിടെയും പോയില്ല. നമുക്ക് കിട്ടുന്ന ഓർഡർ നമുക്ക് തന്നെ കിട്ടിയില്ല. ഒരു വർഷമായിട്ട് സുരഭി എന്ന ബ്രാൻഡ് വളം വിൽക്കുന്നുണ്ട്. ഇപ്പോഴും എങ്ങനെ ലൈവായിട്ട് നിൽക്കാനുള്ള കാരണം? ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങളിൽ ഈ ട്രൈക്കോഡർമ, സൂഡോമോണസ്, അസോസ്പെർലം, ഫോസോബാക്ടീരിയ ഇത്യാദി സാധനങ്ങളൊക്കെ തന്നെ ഒരു സ്റ്റെറിലൈസ് ചെയ്യണം, സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യാം. അത് അണുവിമുക്തമായിട്ടുള്ള ഒരു മീഡിയയിലാണ് നമ്മൾ അതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ അണുവിമുക്തമായിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്ക് സ്റ്റീം കൊടുക്കണം. സ്റ്റീം കൊടുത്തിട്ട് സ്റ്റീം സ്റ്റെറിലൈസേഷനാണ് ആ ഓട്ടോക്ലേവിൽ വരിക. ആ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ ഓട്ടോക്ലേവ്. ഈ ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ അത് സ്റ്റീം ഉണ്ടാക്കാൻ ഒരു ഇത്ര പ്രഷറിൽ സ്റ്റീം കൊടുക്കുക എന്നുള്ള സംഭവമുണ്ട്. അത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ആ സ്റ്റീം സ്റ്റെറിലൈസേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ ഓട്ടോക്ലേവിലേക്ക് നമ്മൾ സ്റ്റീം കൊടുക്കുന്നത്. അപ്പോൾ ഹൈ പ്രഷറിൽ നമ്മൾ സ്റ്റീം കൊടുക്കുന്ന സമയത്ത് എന്താവും, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളോ ഫംഗസോ എന്താണെങ്കിലും അത് അണുവിമുക്തമാണ്. എന്നിട്ട് ആ സ്റ്റെറിലൈസേഷന് ശേഷമാണ് നമ്മൾ ആ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ഇനാഗുലേറ്റ് ചെയ്യുന്നത്. മൈക്രോബയോളജി ലാബ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനകത്തുള്ള ആവശ്യമായിട്ടുള്ള കൾച്ചേഴ്സ് അതെന്താണ് നോക്കുക. ട്രൈക്കോഡർമ ആണെങ്കിൽ ട്രൈക്കോഡർമ, സൂഡോമോണസ് സൂഡോമോണസ്, അസോസ്പെർലം, ഫോസ്റ്റോബാക്ടീരിയ, വെട്ടിസിലിയ, അങ്ങനെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അതെല്ലാം തന്നെ ഞങ്ങൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെയാണ് ഞങ്ങൾ ഇവിടുന്ന് ചെയ്തത്. അതിൽ പ്രധാന സാധനം എന്താ വെച്ചാൽ അതിൽ കണ്ടാമിനേഷൻ വരില്ല. കണ്ടാമിനേഷൻ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റീം സ്റ്റെറിലൈസേഷൻ നല്ല നിലയ്ക്ക് നടത്തിയിട്ടില്ലെങ്കിൽ അതിൽ കണ്ടാമിനേഷൻ വരും. കാരണം ഇത് ബാക്ടീരിയകൾ വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാക്ടീരിയകളോ അല്ലെങ്കിൽ ഫംഗസോ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഗ്രോത്ത് നമുക്കത് കിട്ടില്ല. അതിൽ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടാവും. നമുക്കൊരു പ്രൊഡക്റ്റ് പക്കയായിട്ട് കിട്ടണമെങ്കിൽ അതിന് വേണം സ്റ്റെറിലൈസ് ചെയ്യണം. അതിലുണ്ടാകുന്ന അണുക്കൾ നാച്ചുറലായിട്ടുണ്ടാകുന്ന അതിലുണ്ടായി വരുന്ന മറ്റേ അണുക്കളും ബാക്ടീരിയകളും ഉണ്ടാവും. അത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസേഷനിലൂടെ നമ്മൾ അതിനെ നശിപ്പിക്കണം. എന്നിട്ട് നമുക്ക് വന്നപ്പോൾ ട്രൈക്കോഡർമയാണെങ്കിലും സൂഡോമോണസ് ആണെങ്കിലും അതിൻ്റെ സ്പോറുകൾ അതിലേക്ക് വരണം. ആ സ്പോറുകൾക്ക് ലൈവായിട്ട് അതിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, മറ്റുള്ള ബാക്ടീരിയ അതിനെ നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം നിഷ്കർഷ ശ്രദ്ധിക്കണം. മനസ്സിലായി? അപ്പോൾ വിമുക്തമായിട്ടുള്ള ഒരു മീഡിയയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പ്രോസസ്സിംഗാണ് ഞങ്ങൾ കഴിഞ്ഞ 32 കൊല്ലമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ലാബിൽ അത് ASR തൊട്ടുള്ള എല്ലാ ആളുകളും ഞങ്ങളെ അപ്രീസിയേഷൻ വളരെയധികം അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, നിരവധി അംഗീകാരങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെ മുൻപത്തെ ഒരു വീഡിയോയിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് ആകേണ്ടെന്ന് വിചാരിച്ചാണ് നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ പറയാത്തത്. നിരവധി അംഗീകാരങ്ങൾ കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് അല്ലേ? പിന്നെ ഞങ്ങളുടെ ഓർഗാനിക് മാനുവൽ ആണെങ്കിൽ തന്നെ അതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യാൻ വീട്ടിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം. സാധാരണ നിരക്കിലെ NPK കണ്ടന്റ് കൂടാതെ ഇപ്പം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം വേണം. ഇപ്പം ഞങ്ങളിപ്പം നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഉണ്ട്, അസോസ്പെർലം, അതേപോലെ അസെറ്റോബാക്ടർ, അതേപോലെ ഫോസ്ഫറസ് സോൾവേസിംഗ് ബാക്ടീരിയ ഉണ്ട്, ഫോസോബാക്ടീരിയ. പിന്നെ NPK ആണ് വേണ്ടത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. നൈട്രജൻ ആണ് ഞങ്ങൾ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ കൊടുക്കുന്നത്, അസോസ്പെർലം കൊടുക്കുന്നത്. എല്ലുപൊടിക്ക് പകരമായിട്ടുള്ളതാണ് ഫോസോബാക്ടീരിയ, ഫോസ്ഫറസ് സോൾബിലൈസിംഗ് ബാക്ടീരിയ. അതേപോലെ തന്നെ പൊട്ടാഷ്യന് പകരം ബയോ പൊട്ടാഷ്യം. ഈ 3 പ്രൊഡക്റ്റുകളും നമ്മൾ ഇവിടെ മൈക്രോബയോളജി ലാബിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉത്പാദിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ മദർ കൾച്ചേഴ്സൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഞങ്ങൾ വാങ്ങിക്കുന്നതാണ്. മദർ കൾച്ചറൊക്കെ ഗവൺമെൻറ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവിടുന്ന് കൊണ്ടുവരുന്ന മദർ കൾച്ചർ അത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. ഞങ്ങളുടെ മൈക്രോബയോളജി ലാബിൽ ഒക്കെ അഗ്രികൾച്ചർ മൈക്രോബയോളജി ലാബ് നമുക്കുണ്ട്. അതിൽ ക്വാളിഫൈഡ് സ്റ്റാഫുണ്ട്, അതിൽ എക്സ്പേർട്സ് വേറെ ഉണ്ട്, മനസ്സിലായില്ലേ, സയൻറ്റിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സഹായത്തോടുകൂടെയാണ് ഞങ്ങൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഈ ക്വാളിറ്റിയുടെ കാരണം അതാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് വളരെ ക്വാളിറ്റി ആയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് സാധനം പോയിക്കൊണ്ടിരിക്കുന്നതും
അതിനകത്തുള്ള ഇത് കിട്ടും നോക്കാം. അതുകൊണ്ടാണ്. ഓക്കെ സർ, പുതിയ ഒരുപാട് കർഷകർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. എന്താ അവരുടെ ഫീഡ്ബാക്ക്? അവർ പറയുന്നത് എന്താ? നല്ല അഭിപ്രായം പറയുന്നത്. ഫീഡ്ബാക്ക് അതിനുള്ള പ്രത്യേക കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയകൾ നമ്മളിവിടെ മൈക്രോബയോളജി ലാബ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൂഡോമോണസ് കോസ്റ്റ്ലിയാണ്. അതേപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞുള്ള ജീവാണുകൾ കുറച്ച് വില വരും. പക്ഷേ എങ്കിലും അതിനെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഈ ഓർഗാനിക് മാനറിലാണ് ഞങ്ങൾ ആഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഹ്യൂമിക് ഫൾവിക്ക് അതിന് പ്ലാന്റ്സിൻ്റെ സ്ട്രെസ്സോ സ്ട്രെയിനോ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ അതിൽ ആഡ് ചെയ്യും. മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ മണ്ണിൽ നിന്നും വരുന്ന പലവിധ സോയിൽ ബോർഡ് പാത്തോജൻസ് ഉണ്ട്. ഈ പാത്തോജൻസിനെ കംപ്ലീറ്റ് തന്നെ നശിപ്പിക്കണം. എന്ത് വേണം? ഇത്തരം ബാക്ടീരിയകൾ ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മണ്ണിൽ അത് വേണ്ട മാതിരി പ്ലാന്റ്സ് വലിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഈ വേരുകളെ നശിപ്പിക്കാവുന്ന പലവിധ ബാക്ടീരിയകളുണ്ട്, പലവിധ പാത്തോജൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ഞങ്ങളുടെ ഈ ഉൽപ്പന്നങ്ങൾ അതിനെ റിയാക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിന് പരിപൂർണ്ണ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഫലം 100% കിട്ടും. ഈ ഫോസ്ഫോ ബാക്ടീരിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഫോസ്ഫോ സോൾബിലൈസിംഗ് ബാക്ടീരിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന സാധാ എല്ലുപൊടി ഉണ്ടല്ലോ, ആ എല്ലുപൊടി ചിലപ്പോൾ അതിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് മണ്ണിൽ ലയിക്കാതെ അവിടെ കിടക്കും. നമ്മുടെ ഈ ഫോസ്ഫോ സോൾബിലൈസിംഗ് ബാക്ടീരിയ വരുമ്പോൾ അത് വിഘടിച്ചിട്ട് ഈ ബാക്ടീരിയ ഈ എല്ലുപൊടിയെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, അത് വെച്ചെടുക്കും. പെട്ടെന്ന് ലയിക്കാനുള്ളത് ആ പ്രക്രിയ കംപ്ലീറ്റ് അവിടെ ചെയ്യും. അതുപോലെ സൂഡോമോണസ്, വേരിൽ വരുന്ന അസുഖങ്ങൾ, സോയിൽ ബോൺ മറ്റേ ഞാൻ പല പാത്തോജൻസിനും പിന്നെ നശിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട്, സൂഡോമോണസിനുണ്ട്. അതൊരു ഗ്രോത്ത് പ്രൊമോട്ടറുമാണ്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് സസ്യങ്ങൾക്ക് വേരിലൂടെ വരുന്ന പല രോഗങ്ങളും, ഇപ്പോൾ ട്രൈക്കോഡർമയ്ക്ക് വരുന്ന പല അസുഖങ്ങളും, ട്രൈക്കോഡർമ കുരുമുളകിൽ വരുന്ന പല അസുഖങ്ങളും, വേരിലൂടെ വരുന്ന പലതുണ്ട്. ഫൈറ്റ് ഓഫ് തോറ എന്നുള്ള അറ്റാക്ക്. ഈ ഫൈറ്റ് ഓഫ് തോറയ്ക്ക് നമ്മൾ ശരിക്കും ട്രൈക്കോഡർമ യൂസ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ഓഫ് തോറയുടെ അറ്റാക്കിനുള്ളതാണ് ഈ ട്രൈക്കോഡർമ. മനസ്സിലായി? അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉൽപ്പാദനത്തിൻ്റെ എല്ലാ ഇതിലും ഇത് വേണം. അതിൽ കണ്ടാമിനേഷൻ വരാൻ പാടില്ല. അണുവിമുക്തമായിട്ടുള്ളൊരു ഒരു സ്റ്റെറൈൽ മീഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും ചെയ്യും. 100% നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ റിസൾട്ട് അവിടെ കിട്ടും. ലോഡ് പോകുന്ന തിരക്കിലാണല്ലേ? അതെ, നല്ല തിരക്കാണ്. ഇപ്പോൾ നമ്മുടെ 3ാമത്തെ ലോഡാണിത്. ഇത് കഴിഞ്ഞ് ഒന്നുകൂടി ഉണ്ട്. ഞാൻ പറഞ്ഞ അരുണോട് പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ട് മെസ്സേജ് അയക്കുന്നതും പിന്നെ കാരണം വളരെ എവിഡൻ്റ് ആണ് നമ്മളെ പ്രൊഡക്റ്റിൽ ഓരോന്ന്. ഇപ്പം നമ്മളിപ്പം ചേർക്കുന്ന എല്ലുപൊടിയായാലും വേപ്പും പിണ്ണാക്കായാലും നമ്മൾ വെറുതെ പറയല്ല. അതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എങ്ങനെ ഒറ്റ മിനിറ്റ് നമ്മളെ പ്രൊഡക്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കതെല്ലാം വേറെ വേറെ കാണാൻ പറ്റും, കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ കർഷകർക്ക് മണ്ണിന് വേണ്ട എല്ലാ മൂലകങ്ങളും അതിൽ ആഡ് ചെയ്തിട്ടുള്ള, നേരത്തെ എൻ്റെ ഫാദർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളെ ബേസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ ബയോ പൊട്ടാഷ്, ഹ്യൂമിക്, ഫൾവിക്, പിന്നെ എല്ലാ മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു വളമാണിത്. ശരിക്കും ഒരു പ്ലാന്റ് അറിയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും എന്താ പറയുക, വേർതിരിച്ച് നമുക്ക് അറിയാനും പറ്റും. പ്ലാന്റിന് ഇത് മാത്രം മതി. ഞാൻ അത്ര ഗ്യാരണ്ടിയോട് നമ്മൾ എത്രയോ ആളുകൾ യൂസ് ചെയ്ത് പറയുന്നു. പല ആളുകൾ എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇതിന്റെ കൂടെ ഞങ്ങൾ വേറെ എന്തെങ്കിലും ഇടേണ്ട കാര്യമുണ്ടോ, pH ബാലൻസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും. ഞാൻ ഇത് മാത്രം ഇട്ടിട്ട് നിങ്ങളൊന്ന് കൃഷി ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നെ വിളിക്കൂ. ഇപ്പൊ നമുക്ക് കിട്ടുന്നതിന്റെ ഒരു 60 to 70% നമുക്ക് റിപ്പീറ്റേറ്റീവ് ഓർഡേഴ്സാണ്. നമുക്ക് എറണാകുളം ആയാലും കണ്ണൂരായാലും കാസർഗോഡ് ആയാലും എല്ലാം. അപ്പൊ നമ്മൾ അത്ര കോൺഫിഡൻസ് ഇത് യൂസ് ചെയ്യുമ്പോൾ വേറെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണ്ട. കാരണം നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഇത് തന്നെയുണ്ട്. നമ്മളിപ്പോൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ നേരെ ഗ്രൂപ്പിലേക്ക് ചേർക്കും. നമ്മൾ ആ ഗ്രൂപ്പ് ഇപ്പം വലുതായി എക്സ്പാൻഡ് ആയി വരികയാണെങ്കിൽ കൃഷി ഓഫീസേഴ്സ് നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ് അത്. ഞാൻ അവരോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവണ്ട, റിസൾട്ട് ഇല്ലെങ്കിലും നമ്മളോട് പറയൂ. അപ്പൊ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ പറയണം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്തുകൊണ്ട് റിസൾട്ട് ആയിട്ടില്ല എന്ന് നമ്മൾ സ്റ്റഡി നടത്തും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞോട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 100% ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ മുന്നേ ചിലപ്പോൾ ഒരു കെമിക്കലായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, കുറച്ച് ടൈം എടുക്കും. അതൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിൽ അവരെ കൂടെ കൂടിയിട്ട് നമ്മളെ ടീം അവിടെ വിസിറ്റ് ചെയ്യും. നമ്മളെ കൃഷി ഓഫീസേഴ്സ് അതിൻ്റെ സജഷൻസ് പറയും. നമ്മളത് നന്നായി കൊടുക്കും. അത് നമ്മളൊരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നവർക്ക് ഈ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേടി സ്വപ്നം. അതെ, അതാരും വേറൊരു കാര്യമുണ്ട്. നമ്മൾ 30 വർഷത്തിന്റെ മുകളിലായി നമ്മൾക്കൊരു നമ്മൾ ഇതേപോലെ നമ്മളെടുത്തുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്ന കർഷകരെ നമ്മൾ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കർഷകർ ഒരിക്കലും എന്തെങ്കിലും പറഞ്ഞ് ചതിക്കാനും പറ്റില്ല. ഇപ്പം പല 5 രൂപയ്ക്ക് വളം, 10 രൂപയ്ക്ക് വളം, അതൊക്കെ എന്താണെന്ന് വെച്ചാൽ കർഷകരെ നമ്മൾ സഹായിക്കേണ്ട. അതായത് ഇൻ ദ സെൻസ് കർഷകർ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരെ നമ്മളിങ്ങനെ പറഞ്ഞ വില കുറഞ്ഞ് ക്വാളിറ്റി കൂട്ടി കൊടുക്കാനൊന്നും ഇപ്രാവശ്യം എന്തായാലും നടക്കില്ല. നിങ്ങൾ മാന്യമായൊരു വില വാങ്ങും, എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അതൊരു ലോജിക്ക് നമുക്ക് ആലോചിച്ച് മനസ്സിലാവില്ലേ. നിങ്ങൾ മാന്യമായിട്ടുള്ള വില വാങ്ങുക, നിങ്ങൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്
കൊടുക്കുക. കർഷകർ ഓക്കെയാണ്, കർഷകർ റെഡി ടു സ്പെൻഡ്. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ അവർ നമ്മളതിന് വാങ്ങും, നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വാങ്ങും. അപ്പം അങ്ങനെ നമ്മളെ ബിസിനസ്സും ഗ്രോ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വിലക്കുറവ് അതിലെല്ലാം ഫോക്കസ് ചെയ്യാം. ഞാൻ ഒരിക്കലും നമ്മൾ ഒരു വീഡിയോയിലും പറയില്ല വിലക്കുറവാണ് എന്നുള്ളത്. നമ്മൾ ക്വാളിറ്റി, കാരണം ഞാൻ വില കുറച്ച് എനിക്കിത് കൊടുക്കാം, എനിക്കിത് വില കുറച്ച് 4 രൂപ മറ്റേ എന്ത് 10 രൂപയ്ക്കോ ഒക്കെ നമുക്ക് കൊടുക്കാം. ഇത്രയും വർഷം ഈ ഫീൽഡ് നിൽക്കുന്നുണ്ട്, എവിടെ എന്ത് വിലക്കുറവിൽ കിട്ടുമെന്ന് നമുക്ക് അറിയാം. നമുക്ക് തീർച്ചയായിട്ടും അറിയില്ല, നമുക്ക് എല്ലാവരെക്കാളും കൂടുതൽ അറിയാം. പിന്നെ അരുൺ 3-4ാമത്തെ വീഡിയോ ആണ് ഇവിടെ. ഒറ്റ നെഗറ്റീവ് റിവ്യൂ ഒന്നും അരുൺ വരില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് വിലക്കുറവല്ല ഇതിൽ, നമുക്ക് ക്വാളിറ്റി. ഇപ്പോൾ ഇതിൽ എല്ലുപൊടി പ്രീമിയം ഫസ്റ്റ് ക്വാളിറ്റി എല്ലുപൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്, സെക്കൻഡ് ഫസ്റ്റ് ക്വാളിറ്റി വേപ്പുംപിണ്ണാക്ക യൂസ് ചെയ്യുന്നത് എല്ലാം. പിന്നെ നമുക്ക് കുറച്ചൊരു വില എന്ന് വെച്ചാൽ എല്ലാം നമ്മളെ പ്രൊഡക്ഷനാണ്, ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറെ കൂടി അതിൽ ആഡ് ചെയ്യാൻ പറ്റും, കുറെ കൂടി ക്വാളിറ്റി നമുക്ക് എക്സ്ഷ്യൂർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലാണ്ട് ഒരിക്കലും വില കുറച്ചിട്ട് ഞാനൊരു സാധനം തരാം കർഷകരെ സഹായിക്കാൻ എന്നുള്ളതിനുപരി ഞങ്ങൾ ന്യായമായ വില, അതിന് ഒരു മിതമായ ലാഭം എടുത്തിട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കർഷകർക്ക് കൊടുക്കുക എന്നുള്ളത് അത് 100% നമ്മൾ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റൊക്കെ തന്നെ ഇപ്പോൾ കയറി പോകാനുള്ള, ഇപ്പോൾ തന്നെ വണ്ടിയിൽ കയറി പോകാനുള്ളതാണ്. അതിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഹൈടെക് ഓർഗാനിക് മാനുണ്ട്, പിന്നെ ഹൈടെക് ഓർഗാനിക് മീലുണ്ട്, റബ്ബർ പ്ലസ് ആണ്, റബ്ബറിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള റബ്ബർ പ്ലസ് ഉണ്ട്, ഇത്യാദി വളങ്ങളെല്ലാം തന്നെ ഇതുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോൾ തന്നെ കയറി പോകും. എല്ലാ പ്രോഡക്റ്റും അല്ലേ ഒരുപോലെ കർഷകർ എല്ലാ കർഷകർ നന്നായിട്ട് സാറ്റിസ്ഫൈ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ സാർ, എന്തുകൊണ്ടാണ് ഈ വളത്തിന് ഇത്രയും ആവശ്യക്കാര്? ഇത് സുരഭിയുടെ 50 കിലോ ഹൈടെക് ഓർഗാനിക് മാനുമാണ്. ഇതാണ് പൊതുവായിട്ട് എല്ലാ കൃഷികൾക്കും, അതായത് തെങ്ങ്, കവുങ്ങ്, വാഴ, പച്ചക്കറികൾ, ഇതിനൊക്കെ ജനറലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വളമാണിത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള NPK കണ്ടന്റ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതിന് പുറമെ നമുക്ക് അതിനകത്തുള്ള ബാക്കിയുള്ള ബയോ ആയിട്ടുള്ള പല സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. അതേപോലെ പ്ലാന്റ്സിൻ്റെ സ്ട്രെസ്, സ്ട്രെയിൻ, അതിനുള്ള ഹ്യൂമിക്, ഫൾവിക്, അത്ര സാധനങ്ങളെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ഒരു ജനറലായിട്ടുള്ള എല്ലാവരും ഒരു സ്വീകാര്യമായിട്ടുള്ളൊരു വളമാണ് ഈ ഹൈടെക് ഓർഗാനിക് മാൻ. ഇത് 50 കിലോ ആണ് ഈ ചാക്ക് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ച ആളുകളെ വീണ്ടും ചെയ്യും. അതിൻ്റെ മണ്ണിൻ്റെ സോയിലിൻ്റെ ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ കാർബൺ നൈട്രജൻ റേഷ്യോ, CN റേഷ്യോ കറക്റ്റായി വരും. 6.5 to 7 എന്നുള്ള ആ റേഞ്ച് തന്നെ ന്യൂട്രലൈസ് ചെയ്യും സോയിലിൽ കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ വളങ്ങളെ വലിച്ചെടുക്കാൻ, ചെടികൾക്ക് ന്യൂട്രിയൻ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൽ ഉണ്ടാകുന്ന ഒരുവിധം പാത്തോജൻസ്, വേണ്ടാത്ത കാര്യങ്ങൾ, തൊണ്ടൻ പുഴുക്കൾ, മറ്റു കാര്യങ്ങൾ ഇതൊന്നും തന്നെ കാണില്ല. ഇതിന് വേണ്ടി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ നിങ്ങൾ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു മണ്ണിൽ ഒരു കുമ്മായ ഇടുക, ചേർക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, അത്തരം കാര്യത്തിന് ഒരാവശ്യമില്ല. അതിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ബാക്ടീരിയകളും സംഭവങ്ങളും ഇതിനകത്ത് ഉണ്ട്. ഈ കാണുന്ന വളത്തിൻ്റെ ആവശ്യക്കാരൊക്കെയാണ് ഇതാണ് നമ്മളുടെ ഓർഗാനിക് മീല്. 50 കിലോ വരുന്ന ഓർഗാനിക് മീലാണ്. ഇത് സാധാരണമായിട്ട് ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഫ്രൂട്ടിംഗ് പ്ലാന്റ്സിന് വേണ്ടിയാണ്. ഇപ്പോൾ റംബൂട്ടാൻ, അതേപോലെ തന്നെ നമ്മൾ ജാതിക്ക, പിന്നെ അവക്കാഡോ, അതേമാതിരിയൊക്കെ, പിന്നെ മാവ്, പിന്നെ അങ്ങനത്തെ ഒരുപാട് ഫ്രൂട്ടിംഗ് പ്ലാന്റ്സ് ഉണ്ട്. പല വിധത്തിലുള്ള ഫ്രൂട്ടിംഗ് പ്ലാന്റ്സ് എന്തെല്ലാമാണോ അതിനെല്ലാം തന്നെ ഇത് വളരെയധികം എഫക്റ്റീവാണ്. ഈ വളമാണ് ഉപയോഗിക്കുന്നത്. ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ച പ്രകാരം തന്നെ അതിനേക്കാൾ ഹൈടെക് ഓർഗാനിക് മാനുവറിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കർഷകർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വളമാണ് ഇത്. ഈ ഫ്രൂട്ടിംഗ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഈ ഓർഗാനിക് മീല്. ഈ ഓർഗാനിക് മീലിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഈ രാസവളങ്ങളും രാസകീടനാശികളും ഉപയോഗിച്ചിട്ടുള്ള സോയിലിലേക്ക് ഈ വളം ഉപയോഗിക്കുന്നതോട് കൂടെ തന്നെ മണ്ണിൻ്റെ pH കറക്റ്റാവും. അതേപോലെ തന്നെ CN റേഷ്യോ, കാർബൺ നൈട്രജൻ റേഷ്യോ കറക്റ്റാവും. ഈ pHും CN റേഷ്യോയും കറക്റ്റ് ആവുന്ന കൂട്ടത്തിൽ എന്തായി, ഈ സോയിൽ ന്യൂട്രലൈസ് ആവുന്ന സമയത്ത് 6.5 to 7 എന്നുള്ള ന്യൂട്രൽ റേഞ്ചിൽ വരും. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു കുമ്മായം മണ്ണിൽ ചേർക്കുക അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കൂടെ തന്നെ ഇതിനകത്തുള്ള ആ പ്രോസസ്സിങ്ങിൽ അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അത് അറിയാം, ഈ ഒരു 6-7 മാസം കഴിയുന്നതോട് കൂടെ തന്നെ ഈ വളം ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ വളങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ കെമിക്കലിൻ്റെ എഫക്റ്റൊക്കെ മണ്ണിൽ നിന്ന് വലിയൊരു പരിധി പോയിട്ടുണ്ട്, ശരിയാക്കി എടുത്തിട്ടുണ്ടാവും. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മണ്ണിരകൾ ധാരാളമായി തഴച്ചു പടുന്നത് കാണാം. ഈ മണ്ണിൽ തഴച്ചു പടുക എന്ന് പറയുമ്പം അതിന് കെമിക്കലായിട്ടുള്ള ഒരു സംഭവങ്ങൾ മണ്ണിലില്ല. അതിൻ്റെ pH കറക്റ്റാണ്, CN റേഷ്യോ കറക്റ്റാണെന്നുള്ള കാര്യം നമുക്ക് കർഷകരായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇതിനെ നേരിട്ട് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് കൂടെയാണ് ഈ കർഷകർ വ്യാപകമായിട്ട് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ഫ്രൂട്ടിംഗ് പ്ലാന്റ്സ് പിന്നെ അവർക്ക് അത്ര എഫക്റ്റായിട്ട് പല ആളുകളും നമ്മളെ അഭിനന്ദിച്ചിട്ടുണ്ട്. നമ്മുടെ പല പഴയ വീഡിയോസ് എടുത്ത് നോക്കി കാണാൻ പറ്റും. അവർ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോസ് ഇട്ട് നമുക്ക് വളരെയധികം എഫക്റ്റായി അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും നമുക്ക് പല ഭാഗത്തു നിന്ന് ഞങ്ങൾ ആളുകൾ വിളിക്കാറുണ്ട്. ഈ കാണുന്ന വൈറ്റ് പാക്കറ്റ് വളത്തിൻ്റെ ആവശ്യക്കാരൊക്കെയാണ് ഇതാണ് നമ്മളുടെ റബ്ബർ പ്ലസ്. റബ്ബറിന് ഏറ്റവും നല്ല നിലയ്ക്ക് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വളമാണ് ഈ റബ്ബർ പ്ലസ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റബ്ബറിലെ പാല് ഉൽപ്പാദനം നന്നായിരിക്കും, കട്ടിയുള്ള പാല് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ചീക്ക് രോഗങ്ങൾ, പിന്നെ റബ്ബറിൻ്റെ പട്ടം അറിയിപ്പ്,
ഇത്തരം അസുഖങ്ങൾക്കെല്ലാം ഈ വളം ഉപയോഗിച്ചാൽ അത് നല്ലതാണ്. പിന്നെ ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ അംശം കൂടുതലായിരിക്കും ഈ വളം ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഇതുകൊണ്ട് എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ pH-ഉം CN റേഷ്യോയും കറക്റ്റായി വരുമ്പോൾ സോയിൽ ന്യൂട്രലൈസ് ചെയ്യും. അതോടുകൂടെ തന്നെ ഈ റബ്ബറിൻ്റെ ഉൽപ്പാദനം കൂടും. റബ്ബർ പിന്നെ അവരെ കൊമ്പ് ഉണങ്ങി പോവുക, ഉണങ്ങി വീഴുക, പ്ലാന്റ്സ് ഉണങ്ങുക, അത്യാവശ്യ സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ഓർഗാനിക് മാനർ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച് നല്ലൊരു ഒരു ബലം കർഷകർക്ക് ഈ റബ്ബർ പ്ലസ് ഉപയോഗിച്ചാൽ കിട്ടും. അത് പല കർഷകരും റബ്ബർ പ്ലസ് ഉപയോഗിച്ചിട്ട് റബ്ബർ പ്ലസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതാണല്ലോ ഞങ്ങളിപ്പോൾ ഈ ലോഡ് പോവാണ്. റബ്ബർ പ്ലസ് ഇത് ഉപയോഗിച്ച കർഷകർ തന്നെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ നല്ലതായിട്ടുള്ള ഒരു സംഭവമാണിത് ഈ റബ്ബർ പ്ലസ്. സർ എത്ര കിലോ പാക്കറ്റിലാണ് ഈ വളം വരുന്നത്? ഇത് 50 കിലോ. 50 കിലോ. സാർ അപ്പോൾ ഇവിടെ എന്ത് പ്രോസസ് നടക്കുന്നത്? ഇത് ഷേക്കറാണത്. ഓക്കെ. ഈ ഷേക്കർ എന്ന് പറഞ്ഞാൽ ചില എയറോബിയാണ്. ഇത് ഒന്ന് ഷേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ബാക്ടീരിയകളാകുമ്പോൾ അതിന് കൂടുതൽ ഗ്രോത്ത് കിട്ടാൻ വേണ്ടി ഒന്നിങ്ങനെ ഷേക്ക് ആവുക. ഓക്കെ. ആ കൾച്ചർ ഈ കാര്യങ്ങളൊക്കെ ഷേക്ക് ആവുന്ന സമയത്ത് അതിനെ ഗ്രോത്ത് പെട്ടെന്ന് കിട്ടുമോ അതിനുള്ള സംഭവം ചെയ്തു. ഓക്കെ. ഇത് നമ്മുടെ ലാബാണല്ലേ? ലാബാണ്. ഇതാണ് അഗ്രികൾച്ചർ മൈക്രോബയോളജി ലാബ്. ഇവിടെയാണ് നമ്മളുടെ പിന്നെ ഇനാഗുലേഷൻ ചേമ്പറാണിത്. ഇനാഗുലേഷൻ ചേമ്പർ ഇതാണ്. ഇനാഗുലേഷൻ അവിടെ അതിനകത്താണ് നടക്കുന്നത്. ഓക്കെ. ഓക്കെ. അതിൽ ഇങ്ങനെ സാധാരണയ്ക്ക് ഇങ്ങനെ രാത്രി ആരും കടത്താറില്ല. കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ബാച്ച് കംപ്ലീറ്റ് പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ രണ്ടാമത് കുറേ ക്ലീൻ ആക്കൊക്കെ വേണേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്നാണ് ഇനാഗുലേഷൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.